എത്രയും ആദരണീയനായ കവിയൂർ YMCA പ്രസിഡന്റ് ശ്രീ ജേക്കബ് മാത്യു അവർ ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകുവാൻ എത്തിയിരിക്കുന്ന കവിയൂർ ഇമ്മാനുവൽ ചർച്ച് വികാരി റവറൻഡ് CG തോമസ് അച്ഛൻ പ്രാർത്ഥനയിൽ നമ്മെ നയിച്ച ശ്രീ KV മത്തായി സർ, ശ്രീ റിനോജ് ജോൺ വർഗീസ് ജോയിന്റ് സെക്രട്ടറി, രക്ഷാധികാരി പ്രൊഫസർ PJ ഫിലിപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസഫ് ജോൺ, YMCA ട്രഷറർ CG ഫിലിപ്പ്, ജൂലി ജിജി, YMCA ബോർഡ് അംഗങ്ങൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഗായക സംഘങ്ങൾ, YMCA മെമ്പേഴ്സ്, സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം, പുതുവത്സരത്തിൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. കവിയൂർ YMCAയുടെ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും കുടുംബ സംഗമവും ഇന്ന് ഇവിടെ നടത്തപ്പെടുമ്പോൾ അതിലേക്ക് എന്നെയും കൂടെ ക്ഷണിച്ചതിന് ഞാൻ പ്രസിഡന്റിനോടും ഭാരവാഹികളോടും എല്ലാവരോടുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഏറെ സന്തോഷമുണ്ട് ഇവിടെ വരുവാൻ, ഈ ക്രിസ്മസ് പരിപാടിയിലും കുടുംബ സംഗമത്തിലും പങ്കെടുക്കുവാൻ. ഈ പാശ്ചാത്യ ട്രഡീഷൻ അനുസരിച്ച് ക്രിസ്മസ് ആഘോഷങ്ങൾ ഔപചാരികമായിട്ട് തീരുന്നത് നാളെയാണ്. അത് നിങ്ങൾക്കറിയാം, നാളെ എപ്പിഫനിയാണ്. അപ്പോൾ ക്രിസ്മസിന് അന്ന് തുടങ്ങി 12 ദിവസം ക്രിസ്മസ് ആഘോഷ ദിനങ്ങളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആഘോഷ ദിനങ്ങളായിട്ട് കണക്കാക്കുന്നില്ലെങ്കിലും ആഘോഷ പരിപാടികൾ നമ്മൾ പലയിടത്തും നടത്താറുണ്ട്. അപ്പോൾ അതിനെ ആസ്പദമാക്കി ഇംഗ്ലീഷിൽ ഒരു ഫോക്ക് സോങ് കൂടെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഗായസംഘങ്ങൾ അതറിയാമായിരിക്കും. On the first day of Christmas, my true love gave to me a partridge in a pear tree. കേട്ടിട്ടുണ്ടായിരിക്കും. On the second day of Christmas, my true love gave to me 2 turtle doves and a partridge in a pear tree. ഇത് കേട്ടിട്ടില്ലെങ്കിൽ ഗൂഗിൾ പോയി നോക്കി അറിയാം. ഈ പാട്ടാണ് 12 ദിവസത്തെ പാട്ടുണ്ട് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ 12 ദിവസം പൂർത്തിയാകുന്ന നാളെ ഔപചാരികമായിട്ട് ക്രിസ്മസ് അവസാനിക്കുകയാണ്. എന്നിരുന്നാലും ഇന്ന് നമ്മളിവിടെ YMCAയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ വളരെയേറെ സന്തോഷകരമാണ്. നിങ്ങളെയൊക്കെ വന്ന് കാണാനായിട്ട്, ഈ നിങ്ങളുടെ ഗായസംഘങ്ങളുടെ പാട്ടുകൾ കേൾക്കുവാനും ആസ്വദിക്കുവാനും ഒക്കെ ഒരവസരമുണ്ടായത് വളരെ സന്തോഷം. ഞാൻ ഇതിൻ്റെ പ്രസിഡന്റ് ശ്രീ ജേക്കബ് മാത്യുവിൻ്റെ ആമുഖ പ്രസംഗം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കവിയൂർ YMCA ഞാൻ ഹൃദയംഗമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടപ്പോൾ ഒരുപാട് നന്മ പ്രവർത്തികൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഈ YMCA വളരെ മുൻകൈയെടുത്ത് ഉത്സാഹത്തോടുകൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ നാടിന് തന്നെ ഈ YMCA ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. YMCAയുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. അത് ഇവിടുത്തെ ഒരു സമൂഹത്തിൻ്റെ നന്മയും കൂടെയാണ് YMCAയുടെ. പ്രത്യേകിച്ച് ഇവിടെ ഉള്ള യുവജനങ്ങൾ, YMCA അംഗങ്ങൾ, ഇവരെയൊക്കെ ഒന്ന് ഇൻസ്പയർ ചെയ്ത് ഈ ദേശത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈ സൗഹൃദം ഉണ്ടാകണം. ഈ പ്രദേശത്തെ എല്ലാ ജനവും അന്യോന്യം സ്നേഹത്തിൽ, സൗഹൃദത്തിൽ വളരണം, ജീവിക്കണം. അങ്ങനെ ഒരു നല്ല സമൂഹത്തിൻ്റെ നിർമ്മിതിയാണ് YMCAയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ലക്ഷ്യം സാധിച്ചെടുക്കുവാൻ കവിയൂർ YMCA ഇവിടെ കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനം ഏറെ പ്രയോജനപ്രദമായിരുന്നു, ക്രിയാത്മകമായിരുന്നു, അനുഗ്രഹമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അതിലുണ്ടായിരുന്നു എന്ന് ഞാൻ
ജേക്കബ് മാത്യു അവരോട് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക. നിശ്ചയമായും ഈ YMCA പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുന്നു. ഇനി 2025 പ്രവേശിക്കുമ്പോൾ കവിയൂർ YMCA കൂടുതൽ അർത്ഥവത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിലെ എല്ലാ അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും സർവശക്തനായ ദൈവം പുതിയ വർഷം അനുഗ്രഹത്തോടെ എല്ലാ നന്മകളും വഴി നടത്തട്ടെ. ഈ YMCA മുഖാന്തരം ഈ ദേശം അനുഗ്രഹീതമായി തീരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഒരു കുടുംബ സംഗമം കൂടിയാണ്. എൻ്റെ വിചാരം ഒരു ക്രിസ്മസ് സമയത്ത് ഒരു കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു സമയമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ക്രിസ്മസിൻ്റെ സമയത്താണ് നമ്മൾ വിശുദ്ധ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം. പല പള്ളികളിലും അങ്ങനെയുണ്ട്. ക്രിസ്മസിന് ശേഷം വരുന്ന ഞായറാഴ്ച ചില സഭകളിൽ ഒക്കെ വിശുദ്ധ കുടുംബത്തെ ഓർക്കാനുള്ള ഒരു സമയമുണ്ട്, ഹോളി ഫാമിലി. അപ്പോൾ ഈ ഹോളി ഫാമിലി എന്ന് പറയുന്നത് യോസഫ് പിതാവും പരിശുദ്ധ കന്യമാറിയ അമ്മയും ഉണ്ണിയേശും ചേർന്ന ആ ഒരു വിശുദ്ധ കുടുംബമാണ്. അപ്പോൾ വിശുദ്ധ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയും ആ കുടുംബത്തിലെ യോസഫ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഉണ്ണിയേശുവിൻ്റെയൊക്കെ ആ ജീവിതവും ആ പശ്ചാത്തലവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബവും അങ്ങനെ ആയിരിക്കണം എന്ന് ഉള്ളൊരു ആഹ്വാനം കൂടെ നമുക്ക് ലഭിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം വിശുദ്ധ കുടുംബമായിരിക്കണം. അങ്ങനെ വിശുദ്ധ കുടുംബമായി തീരണമെങ്കിൽ ഉണ്ണിയേശു നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവും. അപ്പോൾ ഉണ്ണിയേശു എവിടെ വസിക്കുന്നു ആ കുടുംബം വിശുദ്ധ കുടുംബമാണ്. ഇത് വളരെ നമ്മുടെ സാധാരണ ജീവിതവും ആയിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കുടുംബം എങ്ങനെയാണ് നമ്മൾ അതിനെ മുമ്പോട്ട് നയിക്കുന്നത്? ഒരു മാതാവിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? പിതാവിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? അതിലവിടെയുള്ള കുട്ടികളുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ കുടുംബം വളരെ പ്രാധാന്യം ഉള്ള ഒരു ദൈവം സ്ഥാപിച്ച ഒന്നാണ്. ഇന്ന് YMCA ഈ കുടുംബം സംഗമം ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ നമുക്ക് അന്യോന്യം YMCA മെമ്പേഴ്സ് മാത്രമല്ലല്ലോ, അവരുടെ കുടുംബങ്ങളും ഉള്ളപ്പോൾ നമുക്ക് ആ സൗഹൃദം കൂടുതൽ ശക്തമാക്കാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ പ്രാധാന്യം എത്രയധികം ഊന്നി പറഞ്ഞാലും മതിയാകുന്നില്ല. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ഈയിടെ നമ്മൾ വാർത്ത കേട്ടത്, ഇന്നത്തെ നിങ്ങൾ മനോരമ വായിക്കുന്നതായി മനോരമ വന്ന ഗുഗേഷിൻ്റെ കാര്യമാണ്. അത് വായിക്കണം. മനോരമ സപ്ലിമെൻറ്റിലെ ഗുഗേഷിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഗുഗേഷ് എങ്ങനെയാണ് വേൾഡ് ചാമ്പ്യനായത്? അപ്പോൾ ആ ചെറിയ ബാലൻ്റെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി ആ പിതാവ് ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. ആ മകനെ വളർത്തുന്ന അവൻ്റെ താല്പര്യത്തിൽ അവനെ വളർത്തിക്കൊണ്ടുവരുവാൻ എത്ര മാത്രം ആ പിതാവ് താല്പര്യപ്പെട്ടു എന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. വായിക്കണം. അപ്പോൾ ഒരു മക്കളെക്കുറിച്ചുള്ള പിതാവിൻ്റെ ആ താല്പര്യം, ആ പ്രതീക്ഷ, ആ സ്വപ്നം, അതെല്ലാം ആ ചെറിയ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്ന് ആ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി. അപ്പോൾ നമ്മൾ വളരുന്ന തലമുറയെക്കുറിച്ചൊക്കെ നമ്മൾ ചിലപ്പോൾ ആകുല ചിന്ത ഉള്ളവരാകരുത്. ഇപ്പോൾ ഇങ്ങനെയാണല്ലോ പുതിയ തലമുറ, പ്രത്യേകിച്ച് ഇന്നത്തെ ജീവിത പശ്ചാത്തലം, ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ക്രിമിനൽ ടെൻഡൻസി വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എവിടെയാണ് പെശക് പറ്റിയത്? നിശ്ചയമായും ഒരു സമൂഹത്തിന് തെറ്റുപറ്റിയെങ്കിൽ അത് ആ കുടുംബത്തിൽ വന്ന പാളിച്ചയാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷം. അതുകൊണ്ട് കുടുംബം നന്നാവുമ്പോൾ സമൂഹം നന്നാവും.
അപ്പോൾ കുടുംബത്തെ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ചുമതല നിശ്ചയമായും നമ്മുടെ മക്കളെ ശരിയായ രീതിയിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്കുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധയോടുകൂടെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ ഒരു ഉദാഹരണം, ഇന്ന് ഞാൻ കുറച്ച് നേരം ടി വി കണ്ടു. ഇന്ന് ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് എന്താണ് വാർത്തയെന്ന് അറിയാനായിട്ട് ടി വി കണ്ടപ്പോൾ അതിൽ കണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് നടക്കുന്ന കലാമേളയാണ്. കലാമേളയിൽ അവരൊരു ക്ലിപ്പ് കാണിച്ചത് വയനാട്ടിലെ കുട്ടികൾ അവരുടെ ഒരു പെർഫോമൻസാണ്. അപ്പോൾ ആ പെർഫോമൻസിൻ്റെ മേന്മയേറെ ആ കമൻറ്റേറ്ററൊക്കെ ഊന്നി പറഞ്ഞൊരു കാര്യം, സകലതും നഷ്ടപ്പെട്ട വീടുകളിലെ കുട്ടികളാണ്, അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളാണ്. അവരെ ഒന്ന് വളർത്തിക്കൊണ്ടുവരുവാൻ, ചില കുട്ടികൾക്ക് മാതാപിതാക്കന്മാരെല്ലാം നഷ്ടപ്പെട്ടു, കുട്ടികളൊക്കെ അനാഥരാണ്. ആ സമൂഹം അടുത്ത തലമുറയെ കൈപിടിപ്പിക്കുവാൻ ഈ അവർക്കുള്ള താലന്ത് കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അധ്യാപകനായിരുന്നു. അവരെ ഡാൻസ് പഠിപ്പിച്ച്, കൊറിയോഗ്രാഫിയൊക്കെ പഠിപ്പിച്ച്, ഡാൻസൊക്കെ പഠിപ്പിച്ച് അതിൻ്റെ ഇനോഗ്രൽ ഡേയിൽ അവിടെ വയനാട്ടിലെ കുട്ടികൾ അവതരിപ്പിച്ചു. അവതരിപ്പിച്ച ആ ഡാൻസിൻ്റെ ഫോക്കസ് മുഴുവനും വയനാട്ടിലെ ദുരന്തമായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ഡാൻസ് അവതരിപ്പിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ആ കുട്ടികൾക്ക് ഒരു ജീവിതത്തിൽ എന്തെല്ലാം വേദന, ദുഃഖം, നഷ്ടം അനുഭവിക്കേണ്ടി വന്നാലും അവരെ കൈപിടിച്ച് നിർത്താൻ ആ സമൂഹത്തിന് കഴിയും. അത് നിശ്ചയമായും അത് ആ കുട്ടികൾക്ക് അവരുടെ ഭാവിയിൽ ഏത് വെല്ലുവിളിയും തരണം ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോൾ ഈ കുടുംബം സംഗമം ഇതുപോലുള്ള കൂടിവരവ് നമ്മുടെ ഉത്തരവാദിത്വം. സമൂഹത്തിൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ കുടുംബത്തെ റിയലി ടേക്കിംഗ് കെയർ ഓഫ് അവർ ഫാമിലി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങൾ കൂടുതൽ നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളുടെ മക്കൾ, അടുത്ത തലമുറ, അവരെക്കുറിച്ചുള്ള ഒരു ബോധമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എത്രമാത്രം അത് പ്രധാനപ്പെട്ട സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ള ഒന്നാണ്. സമൂഹത്തിൻ്റെ മാത്രമല്ല, സഭയെ സംബന്ധിച്ചു, വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചു ഇന്ന് സഭ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ പ്രസംഗത്തിലും ചർച്ചയിലും ഒക്കെ വരുന്നതാണ്. കുട്ടികളൊന്നും ഇവിടെ ഇല്ല, എല്ലാം മൈഗ്രേഷനാണ്, പഠിക്കാനും ജോലിക്കായിട്ടും ഇവിടെയൊക്കെ വിട്ടുപോവുകയാണ്. ഞാൻ കോലശ്ശേരി CSI സഭയാണ് എൻ്റെ മാതൃസഭ. അവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ യുവജനങ്ങളൊക്കെ നാട് വിട്ടുപോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ വളരുന്ന തലമുറയെക്കുറിച്ചുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഈ പ്രദേശത്ത് ജീവിക്കുന്ന നമ്മുടെ ദേശത്ത് ഉണ്ടാവണം. അപ്പോൾ ക്രിസ്മസ് നമ്മളെ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമുക്ക് നൽകുന്ന സന്ദേശം, വി മസ്റ്റ് ടേക്ക് കെയർ ഓഫ് അവർ ഫാമിലി. ഓരോ കുടുംബവും വിശുദ്ധ കുടുംബമായി മാറും. ഈ YMCA മെമ്പേഴ്സിൻ്റെ എല്ലാ കുടുംബവും വിശുദ്ധ കുടുംബമാണെന്ന് ഞാൻ കരുതുന്നു. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ, എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ പരിപാടികൾ എന്ന് പറഞ്ഞാൽ പാട്ടാണ്. പാട്ടില്ലാതെ ഒരു പരിപാടി ഇല്ലല്ലോ. ഏതാണ് ക്രിസ്മസ് ഉണ്ടായത് തന്നെ പാട്ടോടുകൂടിയാണ്. സ്വർഗത്തിലെ സകല സംഘവും ചേർന്നാ പാടി. ആദ്യത്തെ ആ പുത്രൻ്റെ ജനനം അനൗൺസ് ചെയ്തോണ്ട് അത് കഴിഞ്ഞ് ആരൊക്കെയാണ് പിന്നെ പാടിയത്? പിന്നെ മറിയ പാടി, പിന്നെ ജോസഫ് പാടി, പിന്നെ സക്രിയാവ് പാടി, പിന്നെ സിമിയോൻ പാടി, എലിസബത്ത് പാടി, എല്ലാം പാട്ടാണ്. അപ്പോൾ ക്രിസ്മസിനൊരു പാട്ടില്ലെങ്കിൽ ക്രിസ്മസ് ആവില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു പേരുടെ പാട്ടേ ഞാൻ കേട്ടുള്ളൂ, വളരെ നന്നായി പാടിയ പാട്ട് ഇനിയും ഗായസംഘങ്ങൾ പാടാൻ പോകുന്നേ ഉള്ളൂ. അവരുടെ പാട്ടൊക്കെ തീർച്ചയായും മനോഹരമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ താമസിക്കുന്ന തിരുവല്ലയിലാണ്. ഡിസംബർ 1-ാം തീയതി മുതൽ ഞങ്ങളുടെ നാട്ടിൽ ഈ പാട്ടുകാർ വരാൻ തുടങ്ങി. അന്ന് പള്ളിക്കാർ വരും, ക്ലബ്ബുകളുണ്ടാവും, സംഘടനകളുണ്ടാവും. അപ്പോൾ
തിരുവല്ലയിൽ വൈറലായ ഒരു പാട്ടാണ്. ആ പാട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയാം. കണ്ണും കണ്ണും കാത്തിരുന്നു പെണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുവാൻ. കണ്ണും കണ്ണും പാട്ട് പാടാത്തവരാരുമില്ല, അത് അറിയാൻ പാടില്ലാത്തവരാരുമില്ല. അപ്പൊ എല്ലാവർക്കും ഉത്സാഹമാണ് ഈ പാട്ടൊക്കെ പാടാൻ. അതുകൊണ്ട് ഈ പാട്ടില്ലാതെ ക്രിസ്മസ് ഇല്ല. ഒരുപാട് ക്രിസ്മസ് കാരോൾ പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരമുണ്ടായി. എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. പുതിയ പാട്ടുകൾ, പഴയ പാട്ടുകൾ, വളരെ പഴയ ഓൾഡ് ടൈം ഫേവറേറ്റ്സ് എന്ന് പറയുന്ന പാട്ടുകൾ, അതൊക്കെ പാടി വീണ്ടും പാടുമ്പോൾ നമുക്കൊരു ഉത്സാഹമാണ്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടാനായിട്ടുള്ള അവസരമുണ്ടായി. ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ഇവിടെ ഊന്നൽ കൊടുത്ത ഒരു കാര്യം നക്ഷത്രത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പോയ ഒരു കാര്യം, ഈ നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സെക്കൻഡ്. ഓക്കെ, ഞാൻ എൻ്റെ ഇതിൽ ഒരു ഇതെടുക്കായിരുന്നു. എനിക്കും ഒരു പാട്ട് പാടണം തോന്നി. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഓക്കെ നക്ഷത്രത്തെക്കുറിച്ച് ഉള്ള സൂചനയായിരുന്നു. അപ്പോൾ നക്ഷത്രത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെല്ലാ നക്ഷത്രവും നക്ഷത്രം എന്തിനെ കാണിക്കുന്നു എന്ന് ഉള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കാര്യം. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നക്ഷത്രം തൂക്കുന്നു. ആ ജേക്കബ് മാത്യു പറഞ്ഞ പോലെ പുൽക്കൂടിൻ്റെ മുകളിൽ നക്ഷത്രം വന്നു. അതെന്താണ് കാണിക്കുന്നത്? അവിടെ വന്ന് നക്ഷത്രം കാണിച്ചത് അവിടെ യേശു വന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ നക്ഷത്രം പോകുമ്പോൾ നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സത്യമാണ്, ഇവിടെ യേശുവുണ്ട്. നക്ഷത്രം പലപ്പോഴും നക്ഷത്രവും അതിനോടുള്ള ലൈറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ആഘോഷങ്ങളുടെ ഭാഗമായി മാത്രം ചിലപ്പോൾ തീരാറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ജനനം നക്ഷത്രം വിളിച്ചു പറയുമ്പോൾ ആ കർത്താവ് എൻ്റെ ഭവനത്തിലുമുണ്ട്, ഇവിടെ യേശു ഉണ്ടെന്ന് മറ്റുള്ളവരറിയണം. ആ സത്യം വിളിച്ചു പറയുന്ന നക്ഷത്രമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഭവനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആ യേശുവിനെ വന്ദിക്കുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിനുള്ളതായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസ് ഞാൻ ആശംസിക്കുകയാണ്. നക്ഷത്രത്തെക്കുറിച്ചുള്ള ഒരു പാട്ട്. We three kings of Orient are, bearing gifts we traveled afar, field and found and more and wound and following yonder star. Oh, star of wonder, star of night, star with royal beauty bright, westward leading, still proceeding, guide us to thy perfect light. Thank you.